അധ്യായം അതിന്റെ 28-ാം വാക്യം ഒരാൾക്ക് വായിക്കാം. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. മതി. ഹല്ലേലൂയ. നമ്മുടെ കർത്തപ്പെട്ട കർത്താവ് ഹല്ലേലൂയ കനാന്യ സ്ത്രീയോട്, ഒരു കനാന്യ സ്ത്രീ എന്താണ് എന്ത് ചെയ്യുന്നത്? ഹല്ലേലൂയ പറയുന്നത് കനാന്യ സ്ത്രീയോട് പറയുന്നതായ ഒരു വാക്യമാണ്. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന ഉത്തരം പറഞ്ഞു. ആ നാട്ടിക മുതൽ അവളുടെ മകൾക്ക് എന്ത് ചെയ്തു? സൗഖ്യം വന്നു. ഹല്ലേലൂയ. ഈ സൗഖ്യം താൻ പ്രാപിക്കുവാൻ കൊടുത്ത വില വലിയ വിലയേറിയതായിരുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് പകൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെങ്കിൽ അതിനെന്ത് ചെയ്യണം? വില കൊടുത്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ. അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കുവാനും ഞാൻ തയ്യാറായെങ്കിൽ ഇന്ന് പകൽ പറയട്ടെ, ദൈവം നമുക്ക് വേണ്ടി വെളിപ്പെടുവാനായിരിക്കണം. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവം തന്നേറിയ അതൊരു പരീക്ഷയായിരിക്കാം. ഒരു പക്ഷെ കർത്താവ് നമ്മെ പരീക്ഷിക്കുമെന്ന ദൈവത്തിന്റെ വചനം എന്ത് ചെയ്യുന്നത്? നമ്മെ പഠിപ്പിക്കുന്നത് എന്ത്? നമ്മുടെ വിശ്വാസത്തിന്റെ ഹല്ലേലൂയ അതിന്റെ ആകുലത അല്ലെങ്കിൽ അതിന്റെ കല്ല് എത്രത്തോളം ആഴത്തിലുണ്ടെന്ന് മനസ്സിലാക്കുവാൻ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ കർത്താവ് നമ്മെ പരീക്ഷയിൽ കൂടെ കടത്തിവിടുവാനായിരിക്കണം. അതുകൊണ്ട് വചനം പറയുന്ന പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊല്ലാകുന്നവനായി തീർന്ന ശേഷം കർത്താവ് തനിക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം എന്ത് ചെയ്യും? അത് പരീക്ഷ സഹിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ആ കിരീടം അവനെ പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ. ഈ സഹോദരി അങ്ങനെയുള്ളൊരു പരീക്ഷ, ഹല്ലേലൂയ, യേശുവിന്റെ വാക്ക് കേട്ടാൽ അതിന് ഭാഗം വായിച്ചാൽ നമുക്ക് ഒരിക്കലും അങ്ങോട്ട് പോകണമെന്നുള്ള ചിന്ത പോലെ എന്ത് ചെയ്യത്തില്ല, തോന്നത്തില്ല. പക്ഷേ ഹല്ലേലൂയ, അവൾ ആ പരീക്ഷ ജയിച്ചത് കൊണ്ട് അവൾ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴത്തെ തിരിച്ചറിയുവാനായിട്ടാണ് എന്ന് ഇന്ന് ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കുവാനായിട്ടാണ്. ഈ ഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത് ഗെന്നസരേത്ത് തടാകത്തിന് ഇക്കരയായിരുന്നു യേശുവിന്റെ ശിഷ്യന്മാരെന്തെയോ ശിഷ്യന്മാരെ യേശു ഗെന്നസരേത്തിന് അക്കരയിലേക്ക് പറഞ്ഞു വിടുവാനായിട്ടാണ്. രാത്രിയിൽ യേശു അവരുടെ അടുക്കൽ അല്ലെങ്കിൽ കടൽ മീതെ നടന്നു എന്ന സംഭവം ഒക്കെ അവിടെ കാണുന്നുണ്ട്. അതിനുശേഷം അല്ലെങ്കിൽ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് അല്ലെങ്കിൽ ഈ സംഭവം വായിക്കുമ്പോൾ ഗെന്നസരേത്ത് ദേശത്ത് വെച്ചാണ് ഈ സംഭവം ഇതിനെ യേശു അവിടം വിട്ട് 21 വരെ വായിക്കുമ്പോൾ യേശു അവിടം വിട്ട് സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് എന്ത് ചെയ്തു? വാങ്ങിപ്പോയി. എല്ലാവരും ശ്രദ്ധിക്കണേ. എന്നാൽ സീദോൻ അല്ലെങ്കിൽ ഗെന്നസരേത്തിൽ ആ പ്രദേശത്ത് വെച്ച പരീശന്മാർ യേശുവിന്റെ അടുക്കൽ വരുന്നുണ്ട്. അല്ലെങ്കിൽ യേശുവിനെ അല്ലെങ്കിൽ പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിന്റെ അടുക്കൽ വന്ന് തന്റെ ശിഷ്യന്മാരെ കുറിച്ച് കുറെ കുറ്റങ്ങളൊക്കെ എന്ത് ചെയ്തു? പൂർവന്മാരുടെ സമ്പ്രദായം അനുഷ്ഠിക്കുന്നില്ല, അതെന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നതും അതിനുള്ള മറുപടിയൊക്കെ യേശു എന്ത് ചെയ്യുന്നുണ്ട്? അവരോട് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അവരുമായി സംസാരിക്കുന്നുണ്ട്. അവരോട് അല്ലെങ്കിൽ യേശു അവിടെ വിട്ട് മറ്റൊരു അല്ലെങ്കിൽ ഗെന്നസരേത്തിൽ തന്നെ ഉള്ളതായ എന്താ സീദോൻ എന്ന പ്രദേശത്തേക്ക് യേശു എന്ത് ചെയ്യാം? വാങ്ങിപ്പോകുക. അല്ലെങ്കിൽ ഏത് ഭാഗമാണ് നമുക്കൊന്ന് ചിന്തിക്കേണ്ടതായിരിക്കുന്നത്? ആ ദേശത്ത് നിന്ന് ആ ദേശത്ത് അല്ലെങ്കിൽ സീദോനിലെത്തിയപ്പോൾ ആ ദേശത്ത് നിന്ന് ഒരു സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് എന്ത് ചെയ്യണം? കരുണ തോന്നണമേ എന്ന് എന്ത് ചെയ്തു? ശ്രദ്ധിക്കണം, എന്റെ മകൾക്ക് ഭൂതോപദ്രവം എന്ത് ചെയ്തിരിക്കുന്നു? കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചെന്ത് ചെയ്യാം? ദൈവത്തോട് പറഞ്ഞു. ആരാ? ഒരു കനാന്യ സ്ത്രീ. ആരാ ഈ കനാന്യര്? നമ്മൾ അബ്രഹാമിനുള്ള വാഗ്ദത്തം പറയുമ്പോൾ പറയുന്ന കാര്യമുണ്ട്. അബ്രഹാമിനോട് പറയുന്നതാ, അല്ലെങ്കിൽ ഞാൻ നിനക്ക് ഈ കനാൻ ദേശം നിനക്കും നിന്റെ സന്തതിക്കും എന്ത് ചെയ്യാം? ശാശ്വത അവകാശമായിട്ട്. അബ്രഹാം അവിടെ ചെന്ന് പാർക്കുമ്പോൾ അവിടുത്തെ പൂർവവാസികളാര്? കനാന്യര്. അബ്രഹാമിന് മുൻപേ അവിടെ എന്തുണ്ടായിരുന്നു? ഒരു സമൂഹം പാർത്തിരുന്നു. അവരെയാണ് കനാന്യർ എന്ന് എന്ത് ചെയ്യുന്നത്?
അറിയപ്പെടുന്ന അത് അന്നുമുണ്ട് ഇന്നുമുണ്ട്. അല്ല ദൈവമക്കളെ, ഈ കനാന്യ സ്ത്രീ യഹൂദന്മാരുമായിട്ടോ പ്രമാണവുമായിട്ടോ യേശുവുമായിട്ടോ യാതൊരു ബന്ധവും ഉള്ളവരല്ല. പക്ഷേ തിരുവചനത്തിൽ പറയുന്നത് യേശു വന്നത് എന്തിനു വേണ്ടിയാ? യഹൂദന്മാർക്ക് വേണ്ടിയാ. വചനം പറഞ്ഞാൽ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരുണ്ട്. ആ പദം അതേപടി ചിന്തിക്കുക. സ്വന്തത്തിലേക്ക് നമ്മുടെ സ്വന്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തബന്ധങ്ങള് എന്നത് എന്റെ അർത്ഥത്തിലാ. അവൻ തിരഞ്ഞെടുക്കപ്പെട്ട തന്റെ ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തമായവരോ എന്ത് ചെയ്തില്ല? അവനെ കൈക്കൊണ്ടില്ല. എന്നാൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അങ്ങനെ ദൈവമക്കളെ അങ്ങനെ സ്വന്തം ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി വന്നപ്പോൾ അവരുടെ പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിനോട് പലതരത്തിലുള്ളതായ കുറ്റങ്ങൾ പറഞ്ഞ് യേശുവിനെ ചോദ്യം ചെയ്യുന്നവരായി, ദൈവത്തിന്റെ പുത്രനായ ദൈവപുത്രനെ ചോദ്യം ചെയ്യുവാനും പരിഹസിപ്പാനും നിന്ദിപ്പാനും അവരെ ദൈവമെന്ന് അംഗീകരിപ്പാനും തയ്യാറാകാതെ നിൽക്കുമ്പോൾ ന്യായപ്രമാണം നന്നായി അറിയാവുന്ന യഹൂദന്മാർ അവനെ അംഗീകരിക്കാതിരിക്കുമ്പോൾ ഒരു കനാന്യ സ്ത്രീ വന്ന് പറയുന്ന പദം നിങ്ങൾക്ക് ശ്രദ്ധിക്കണം. ഒരു നിമിഷം. ഒരു നിമിഷം നിങ്ങൾ നോക്കണമേ. കനാന്യ സ്ത്രീയോട് ചോദ്യം, കനാന്യ സ്ത്രീ നിനക്ക് എവിടെ നിന്ന് ഈ അറിവ്? നീ ഹല്ലേലൂയ ദാവീദ് പുത്രനാണ്, ഹല്ലേലൂയ നീ എന്റെ കർത്താവാണ്, നീ എന്റെ ദൈവമാണ്, ഹല്ലേലൂയ നീ മശീഹയാണ് എന്നൊക്കെയാണ് എന്റെ അർത്ഥം. ഇവർ കാത്തിരിക്കുന്ന യഹൂദന്മാർ കാത്തിരിക്കുകയാണ് മശീഹയ്ക്ക് വേണ്ടി. എന്നാൽ ന്യായപ്രമാണം പറയുന്ന ദാവീദിന്റെ കുറ്റിയിൽ നിന്ന് ഹല്ലേലൂയ വൈശായുടെ പുത്രൻ നിന്നെന്തിയ ഒരു മുള പുറപ്പെടുവാനായിട്ട് അവൻ തന്റെ ജനത്തെ ഹല്ലേലൂയ നീതിയിലേക്ക് തിരിക്കുവാൻ വേണ്ടി വേർതിരിക്കപ്പെട്ട ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു അവൻ ദാവീദിന്റെ പുത്രനായിരിക്കുമെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ന്യായപ്രമാണമാ പറയുന്നേ. ഈ ന്യായപ്രമാണം വായിച്ച പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും മനസ്സിലാകാത്തത് ഹല്ലേലൂയ ഒരു കനാന്യ സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്ന് ആദ്യം പറയുക, നീ എന്റെ കർത്താവാണ്. കർത്താവ് എന്ന് പറഞ്ഞാൽ എന്താ? എന്നെ കർത്തൃത്വം നടത്തുന്നവനാണ്, എന്നെ നിയന്ത്രിക്കുന്നവനാണ്, എന്റെ മേൽ അവകാശമുള്ളവനാണ്, ഹല്ലേലൂയ എന്നെ നിർമ്മിച്ചവനാണ്, എന്നെ നടത്തുന്നവനാണ്, എന്റെ മേൽ അവകാശമുള്ളവനാണ്. നീ എന്റെ കർത്താവെന്ന് അവൻ തന്റെ ദൈവസ്ഥനെ സമർപ്പിക്കുകയാണ്. ഇന്ന് ദൈവമക്കളെ നാം ദൈവസ്ഥനെ കടന്നു വരുമ്പോൾ നാം പറയുന്നത്, കർത്താവേ നീ എന്റെ കർത്താവാകുന്നു എന്ന് നാം പറയുവാനായിരിക്കണം. അവൾ ആദ്യം പറയാം കർത്താവേ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ. വ്യക്തിമായി എന്ത് ചെയ്തോണ്ട ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയില്ല. ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. ഹല്ലേലൂയ ഇവർക്ക് ആഴത്തിലുള്ള ദൈവിക ദർശനം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ ഇന്ന് പകൽ ദൈവമക്കളെ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനും നിലവിളിക്കുവാനും ദൈവസന്നിധിയിൽ മുട്ടുകൊടുക്കുമ്പോൾ ഇന്ന് പകൽ ദൈവമക്കളെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ആരാധവേദികൾ ദൈവിക വെളിപ്പാടുണ്ടാകണം. ഒന്ന്, ഞാൻ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയിരിക്കുന്ന എന്റെ ദൈവം എന്റെ കർത്താവാണ്, എന്നെ കർത്തൃത്വം നടത്തുന്നവെങ്കിൽ എന്റെ വിഷയത്തിന് പരിഹാരം നൽകുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന വിശ്വാസത്തോടെ ദൈവത്തിൽ നിന്ന് നിലവിളിച്ച നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുവാനുള്ള കാര്യത്തിന് ദൈവമക്കളെ കനാന്യ സ്ത്രീ പറയുക, ദാവീദ് പുത്ര എന്നോട് എന്ത് ചെയ്യണമേ? കരുണ തോന്നണമേ. അടുത്തത് അവിടെ വിഷയം എന്താ? പറയുകയാണ്, എന്റെ മകൾക്ക് ഉപദ്രവം, പൈശാചികമായ ഉപദ്രവം എന്ത് ചെയ്യുന്നു? കഠിനമായി അവളെ എന്ത് ചെയ്യാണ്? അല്ലെ ഉപദ്രവിക്കുകയാണ്. ആ മകൾക്ക് എന്ത് ചെയ്യണം? അതിൽ നിന്ന് ഒരു വിടുതല വേണം. ഇന്നിപ്പോൾ ദൈവമക്കളെ കനാന്യ സ്ത്രീക്ക് ഇതാണെങ്കിൽ നമുക്ക് വേണം. ഇന്നിപ്പോൾ ഒരു വിഷയമില്ലാത്ത ആരും ഇവിടെ വന്നിട്ടില്ല. ഒരു വിഷയമില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന വിഷയമില്ലാത്തവര്, ഒരു ദൈവപ്രവൃത്തി ആഗ്രഹിക്കാത്ത ആരും ഇന്ന് പകൽ ചുരുക്കം ചെറുതായിരിക്കുന്നെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ വ്യക്തമായി നമ്മോട് വിളിച്ചു പറയുന്നു, നിന്റെ വിഷയം എന്താണ്? ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടത്? നിന്റെ പ്രാർത്ഥനയ്ക്ക് എന്ത് മറുപടി വേണോ? ഇന്ന് പകൽ നിലവിളിക്കുന്ന വിഷയത്തെ ദൈവകരങ്ങൾ സമർപ്പിച്ച ദൈവത്തോട് അഭിമുഖമായി ദൈവത്തോട് എന്ന് പറ, കർത്താവേ ദാവീദ് പുത്ര എന്റെ വിഷയം ഇന്നതാണ്.
എന്റെ വിഷയത്തിന് കർത്താവ് എനിക്കൊരു മറുപടി നൽകണം. എന്റെ വിഷയത്തിന് അങ്ങ് ഇറങ്ങി വരണം. എനിക്ക് വേണ്ടി അവിടുത്തെ വലങ്കൈ വെളിപ്പെടണമേ എന്ന് നാം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും ദൈവം നമ്മെ മറന്നു പോകുകയില്ല. അയ്യോ മക്കളെ, ഹല്ലേലൂയ പ്രാർത്ഥിച്ചെങ്കിലും ഹല്ലേലൂയ യേശുവിന്റെ മറുപടി അത് നേരത്തെ പറഞ്ഞ എന്ത്? ഹല്ലേലൂയ പരീക്ഷയുണ്ട് ഇല്ലെന്നേ പറയില്ല. അത് കർത്താവ് എടുത്തത് പരീക്ഷയോട് കൂടെ എന്തുണ്ടെന്നാ? പോക്കുവഴി. അങ്ങനെ വചനം പറഞ്ഞു. അതിന്റെ പരിഹാരം എന്റെ അർത്ഥം കർത്താവ് ഒരുക്കിയ പരീക്ഷ എന്ന് നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിന് സമർപ്പിച്ച ദൈവത്തിന്റെ സമയമാകുമ്പോൾ ദൈവം അത് ഏറ്റവും ശ്രേഷ്ഠകരമായി പരിഹരിക്കേണ്ട കാര്യത്തിനും അല്ലെങ്കിൽ പിശാചിന്റെ ഇഷ്ടത്തിന് നമ്മെ ഏൽപ്പിക്കുന്ന പിശാചിന്റെ പരീക്ഷയ്ക്ക് നമ്മൾ വിട്ടുകിടക്കുന്ന ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ അവിടുത്തെ ദയ എത്ര വലിയതാണ്. ശത്രുവിന്റെ കൈ വീഴുവാൻ എന്ത് ചെയ്യരുത്? നീ എന്നെ ഇടയാക്കരുതെന്ന് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നിന്റെ കയ്യിൽ ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. അല്ലെങ്കിൽ ഒരു മൺകുടം പോലെ ഒരു കുശവന്റെ കയ്യിൽ കളിമണ്ണായിരിക്കുന്നത് പോലെ ഇന്ന് പകരം ആ നല്ല കുശവന്റെ കയ്യിൽ എന്ത് ചെയ്യണം? നമ്മെ ഏൽപ്പിക്കുമെന്ന കാര്യത്തിന് അല്ലെങ്കിൽ അവൻ ദൈവത്തോട് പറയുകയാണ്, എന്റെ മകൾക്ക് എന്താണ്? ഭൂതോപദ്രവം കഠിനമായിരിക്കണം. എന്നെ എന്ത് ചെയ്യണം? അതിൽ നിന്ന് ഞാൻ വിട്ടിരിക്കണം. ശ്രദ്ധിക്കണമേ ദൈവമക്കളെ, ഇത് ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. യേശുവിന്റെ മറുപടി നിങ്ങൾക്ക് അതുകൊണ്ട് പരീക്ഷ ഉണ്ട് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ യേശു അല്പം തൃപ്തിയല്ലാത്ത കാരണം ഇവരുടെ വിശ്വാസത്തെ അല്ലെങ്കിൽ മുൻപോട്ട് വരുമ്പോൾ എടുത്ത് ദൈവത്തെ അറിഞ്ഞു വരുന്ന കാര്യം സാധിച്ചിട്ട് മടങ്ങിപ്പോകാൻ പോലും ഒത്തിരി പേരുന്നുണ്ട്. അവരെ ദൈവത്തിന് എന്ത് ചെയ്യണം? തിരിച്ചറിയുവാൻ ചില പരിശോധനകൾ കൂടെ ദൈവം കടത്തിവിടാം. ഇവിടെ യേശു അവിടെ പറഞ്ഞ മറുപടി നമുക്ക് തോന്നുമ്പോൾ വായിച്ചു കേട്ടാൽ നമ്മൾ തോന്നും, ഇനി മേലാണ് ഈ ദൈവത്തോട് ഒരു പരിപാടി എനിക്കില്ല, ഇനി ഈ ദൈവം വേണ്ട, പ്രാർത്ഥനയും വേണ്ട, ആരാധനയും വേണ്ട എന്ന ചിന്ത എന്തെയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവേണ്ട കാര്യത്തിനും യേശു പറഞ്ഞത് ശ്രദ്ധിക്കണം. എന്താ വായിക്ക്? അവൻ നമ്മളോട് എന്ത് ചെയ്തില്ല? നമ്മളോട് ഒരു കാര്യം പറഞ്ഞിട്ട് മൈൻഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്തില്ല? അടുത്ത സമയത്ത് ഒരാള് പറഞ്ഞ കാര്യം മുഖത്ത് ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് പണിയാണ്. എന്നോട് കാര്യം പറഞ്ഞപ്പോൾ മുഖത്തെന്തില്ല, കണ്ണ് മുഖത്തൊന്നും മാറ്റാൻ പാടില്ല. മാറ്റിക്കഴിഞ്ഞാൽ എന്തില്ല? ഞാൻ ശ്രദ്ധിക്കുന്നില്ല അദ്ദേഹത്തിന്റെ വാദം. എന്താ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് അത് കേട്ടുകൊണ്ട് മുഖത്തുനിന്ന് കണ്ണു മാറ്റിയില്ലെങ്കിൽ എന്തില്ല? ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. അതുവഴി അങ്ങനെയുള്ള യേശു പറയുകയാണ്, അതെല്ലാം എന്റെ മകൾക്കെന്ത അവര് പറഞ്ഞത് എന്റെ മകൾക്ക് കഠിനമായ ഭൂതോപദ്രവമാണ്, നീ വന്നവളെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോ യേശു മൈൻഡിയാണ് എന്ത് ചെയ്തു? അതെന്റെ ഓരോ വാക്കും എന്ത് ചെയ്ത പറഞ്ഞു? അടുത്തത് അവന്റെ ശിഷ്യന്മാർ അടുക്ക വന്ന് ശിഷ്യന്മാർ വന്ന് പറയാ, യേശുവേ അവൾ നമ്മുടെ പിന്നാലെ എന്ത് ചെയ്യുന്നു? വന്ന് നിലവിളിച്ചുകൊണ്ട് വരുന്ന എന്തെങ്കിലും എന്ത് ചെയ്യണം? അവളെ ഒന്ന് പറഞ്ഞേക്കൊന്ന് സഹായിക്കണമെന്ന്, നീ ഇങ്ങനെ അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നതല്ലേ എന്ന് പറഞ്ഞപ്പോൾ അല്ല യേശു പറഞ്ഞ മറുപടി എന്താ? ഇസ്രായേൽ ഗ്രഹത്തിനെ കാണാതെ പോയ ആടുകളുടെ അടുക്കളേക്കല്ലാതെ എന്നെ എന്ത് ചെയ്തിട്ടില്ല, അയച്ചിട്ടില്ല എന്ന് അവൾ എന്ത് ചെയ്തു? പറഞ്ഞു. എന്നാൽ അവൾ വന്ന് വീണ്ടും അവൾ എന്ത് ചെയ്യുക? ശിഷ്യന്മാർ പറഞ്ഞിട്ടും കേട്ടില്ല. വീണ്ടും അവൾ യേശുവിന്റെ എടുക്കണമെന്ന് യേശുവിന്റെ പറഞ്ഞ, കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് എന്ത് ചെയ്തു? പറഞ്ഞു. അപ്പോൾ സഹായിക്കണമെന്ന് ആരാ? ഈ കനാന്യ സ്ത്രീ തന്നെ വന്ന് യേശുവിന്റെ പറഞ്ഞ യേശുവിന്റെ പറയാ, അവൻ പറയാം, മക്കളുടെ അപ്പനെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടി കൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. യേശുവിന്റെ മറുപടിയാ. അല്ലേ ആ വാക്ക് കേട്ട് എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്നത്? അല്ലേ നമുക്ക് എന്ത് ചെയ്യത്തില്ല? അത്ര പെട്ടെന്ന് സുഖിക്കുന്ന വാക്കാണ് യേശുവിന്റെ വാക്ക്. അല്ല യേശു പറയാ, മക്കളുടെ അപ്പനെടുത്ത് എന്ത് ചെയ്യത്തില്ല? നായ്ക്കുട്ടികൾ കിട്ടുകൊടുക്കില്ല. പക്ഷെ അവൾ വിടാൻ തയ്യാറല്ല. കാരണം അവളുടെ ഉള്ളത്തിലൊരു കാര്യം മനസ്സിലായി, ഇവനാരാ? ഇവൻ എന്റെ കർത്താവ്, ഇവനാരാ? ദാവീദ് പുത്രനാണ്, ഇവൻ സകലത്തിന്റെ ഉടയവനാണ്, ഇവൻ അല്പം വേദനിപ്പിച്ചാലും അടിച്ചാലും അത് സുഖം. നീതിമാനെ അടിക്കുന്നത് എനിക്ക് തലയ്ക്ക് എണ്ണയാണ്, അതവൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് അവൾ വിടാൻ തയ്യാറല്ല. അവളുടെ മറുപടി കേട്ടത്, കർത്താവേ അതിന് അവൾ